പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവചനമാണ്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ സൽപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടവരാണ് മനുഷ്യരായ നമ്മൾ. അതുപോലെ പ്രകാശമായി മാറുകയും ചെയ്യണം. പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പല വഴികളുണ്ട്. അതിലൊരു വഴിയാണ് നമ്മുടെ സൽപ്രവർത്തികൾ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും എളുപ്പമാണ്. എന്നാൽ സൽപ്രവർത്തികൾ വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അല്പം പ്രയാസമാണ്. ദൈവത്തെ മനുഷ്യർ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ സൽപ്രവർത്തികൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് നാം പ്രകാശമായി മാറണം. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നാം പ്രകാശമായി മാറേണ്ടവരാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ലാതെ നമ്മുടെ സഹായം ആവശ്യമായിരിക്കുന്നവൻ്റെ ആവശ്യം മനസ്സിലാക്കി അവരെ സഹായിക്കുവാനാണ് യേശു ആഗ്രഹിക്കുന്നത്. അങ്ങനെ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഈ ലോകത്തെ പ്രകാശമുള്ളതാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ സഹായം പലപ്പോഴും നാം അറിയുന്നവരെ, നാം സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മെ സ്നേഹിച്ചവരെ ഒക്കെയാണ് നാം സഹായിക്കാനായിട്ട് താല്പര്യം കാണിക്കുക. നമ്മുടെ സഹായം ആവശ്യമായ ഒരു വ്യക്തി, അതാരായിരുന്നാലും നമ്മുടെ ശത്രുവോ മിത്രമോ ആയിരുന്നാലും യേശു ആവശ്യപ്പെടുന്നത് അവരെ സഹായിക്കാനാണ്. നല്ല സമറിയക്കാരൻ്റെ ഉപമയിലൂടെ യേശു പറയുന്നത് നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ എന്നാണ്. അപ്പോൾ അതുപോലെ യേശു പറഞ്ഞിട്ടുണ്ട്, നാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന എല്ലാ പ്രവൃത്തികളും യേശുവിന് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നാം മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുമ്പോൾ ദൈവത്തെയാണ് അല്ലെങ്കിൽ യേശുവിനെയാണ് നാം അവഗണിക്കുന്നത് എന്നും നാം മറന്നു പോകരുത്. യേശുവിന് കൊടുക്കുന്ന എല്ലാ സൽപ്രവർത്തികളും സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപമായി മാറും. നമ്മുടെ മുൻപിൽ വരുന്ന രോഗികളായി വരുന്നവരും വിശക്കുന്നവരായി വരുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമെല്ലാം അവരിലെല്ലാം യേശുവിൽ കണ്ടുകൊണ്ട് യേശുവിന് കൊടുക്കുന്നതായി മനസ്സിലാക്കിക്കൊണ്ട് നാം സഹായിക്കുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതം ധന്യമായി മാറും. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് നാം പ്രകാശമുള്ളവരായി മാറുകയും ചെയ്യും. അത് കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.